ബീഫ് സ്ട്രോഗനോഫ്. ഇതൊരു റഷ്യൻ ട്രഡീഷണൽ ഫുഡാണ്. സോൾ ക്രീമും മഷ്റൂമും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഐറ്റം മലയാളികളുടെ ഇടയിൽ അത്ര പോപ്പുലർ അല്ല. പക്ഷെ കാണാനായാലും കഴിക്കാനായാലും വളരെ അടിപൊളിയാണ് ഈ ഐറ്റം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് ബീഫ് സ്റ്റേക്കാണ്. കഴിവതും സോഫ്റ്റ് ടെൻഡറായിട്ടുള്ള പോർഷൻ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ചെറിയ സ്ട്രിപ്പുകളായിട്ട്, അതായത് കുറച്ച് നീളത്തിൽ കട്ടി കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് മഷ്റൂംസ് ആണ്. ഞാനിവിടെ ചെസ്റ്റ്നട്ട് മഷ്റൂംസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മഷ്റൂം ആണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ മട്ടൺ മഷ്റൂം ആയാലും വേറെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇതിനെ തിക്ക് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് ഏകദേശം ഹാഫ് പോർഷൻ വൈറ്റ് ഒണിയനും 2 ഗാർലിക്കും ആണ്. ഇത് രണ്ടും ഞാൻ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ബീഫ് സ്റ്റോക്കാണ്. ബീഫ് സ്റ്റോക്ക് പല രീതിയിൽ അവൈലബിൾ ആണ്. ക്യൂബ്സ് ആയിട്ട്, അല്ലെങ്കിൽ ലിക്വിഡ് റെഡി ടു യൂസ് ഫോമായിട്ടും, അതും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബീഫിൻ്റെ ബോൺസും ഫ്ലഷും ഒക്കെ വെച്ചിട്ട് ഞാനിവിടെ ക്യൂബ്സ് ആണ് എടുക്കുന്നത്. ഇതിൽ ഒരു ക്യൂബ് ഞാൻ ഏകദേശം 500 ml തിളച്ച വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിസോൾവ് ചെയ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം 1-1.5 കപ്പോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഹെവി ക്രീമും സോർ ക്രീമും ആണ്. ഹെവി ക്രീം ഏകദേശം 1 കപ്പ് അളവിലും സോർ ക്രീം ഏകദേശം 2 ടീസ്പൂണും ആണ് വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വേർസ്റ്റർഷയർ സോസാണ്. ഇത് പേര് പോലെ തന്നെ നാട്ടിൽ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. UK-യിലാണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 1 ടേബിൾ സ്പൂൺ സോയ് സോസിൽ 1/2 ടീസ്പൂൺ വിനാഗിരിയും 1 പിഞ്ച് അളവിൽ പഞ്ചസാരയും ഇത്രയൊന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വേണ്ടത് ഡീജോൺ മസ്റ്റേർഡ് ആണ്. ഇതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് യെല്ലോ മസ്റ്റേർഡ് പേസ്റ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബീഫ് സ്ട്രോഗനോഫ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് വേഗം തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഓയിൽ അല്ലെങ്കിൽ ബട്ടറിൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് സ്ട്രിപ്സ് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബീഫ് അത്യാവശ്യം ടെൻഡർ ആയതുകൊണ്ട് ഞാൻ ഓരോ സൈഡ് 2 മിനിറ്റാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബീഫിൻ്റെ റെഡ് കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ബ്ലോക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ഒനിയനും മഷ്റൂമും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 1 മിനിറ്റ് മൂടി വെച്ചും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി ഒന്ന് സോഫ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ആഡ് ചെയ്ത് നമുക്ക് എല്ലാം മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് സ്റ്റോക്ക് 1 കപ്പ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ 1.5 കപ്പോ 2 കപ്പോ വരെ ആഡ് ചെയ്യാം. നിങ്ങളെടുത്തിരിക്കുന്ന ബീഫിൻ്റെ അളവും എല്ലാത്തിൻ്റെ അളവനുസരിച്ച് ഈ സ്റ്റോക്ക്, നമ്മൾ ഇവിടെ വെള്ളം യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് സ്റ്റോക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ബോയിലായി വരുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് ഹെവി ക്രീമും 2 ടേബിൾ സ്പൂൺ സോർ ക്രീമും ചേർക്കാം. സോർ ക്രീം ഞാൻ ഗ്രേവിയുടെ ഒരു പോർഷൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ മിക്സ് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വേർസ്റ്റർഷയർ സോസ് ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഡീജോൺ മസ്റ്റേർഡും. ഇത് രണ്ടും ഇല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1.5-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മറിൽ വെച്ച് കൊടുക്കാം. ഈ സോസൊക്കെ ഒന്ന് ക്രീമിയായി ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ലാസ്റ്റ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചൈവ്സ് കൂടി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേണമെങ്കിൽ, നിർബന്ധമില്ല, സ്പ്രിംഗ് ഓണിയൻസ് ആഡ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബീഫ് സ്ട്രോഗനോഫ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാണുന്ന പോലെയല്ല, വളരെ ടേസ്റ്റിയാണ്. ഇൻഗ്രീഡിയൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും വർത്ത് ദ ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. See you in another video. Bye bye.